ഹലോ ഗീസ്, ഇനി അവളുമാരെ കൂട്ടി എക്സിബിഷൻ കാണാൻ പോവാണ്. അവിടെ പോയപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് നേരെ അതിന്റെ ഉള്ളിൽ കയറി. അവിടെയാണെങ്കിൽ അവർ മണാലിയോ മൈസൂർ അങ്ങനെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പ്. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ നേരെ അതിന്റെ അപ്പുറത്തേക്ക് പോയി. അതിന്റെ ഉള്ളിൽ കുറെ മീനും മൃഗങ്ങളെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലൊരാൾ പാമ്പയും പിടിച്ചിരിക്കുന്നു. അസ്മിൻ അത് നേരെ പോയി കഴുത്തിലിട്ടു. എന്നിട്ട് വാവ സുരേഷ് നിൽക്കണ പോലെ നിൽപ്പു. ഇവരാണെങ്കിലും അത് തൊട്ടു നോക്കാൻ എന്നിട്ട് പറയാണ് നല്ല സുഖം ഉണ്ട്. എന്താ ചെയ്യവരൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി പോകുമ്പോൾ ഇവർ പറയാണ് ഞങ്ങൾക്ക് ഇതിൽ കയറുന്നത്. അവർ ആഗ്രഹമല്ലേ എല്ലാത്തിനും അതിൽ കയറ്റി. അവർ ആഗ്രഹം കണ്ട് തീർത്തു കൊടുത്തിട്ടുണ്ട്. കയറിയപ്പോൾ നല്ല കീറി പൊളിക്കാൻ തുടങ്ങിയത്. എന്തൊക്കെയാ പറഞ്ഞാൽ അവൾ കൂലി അറിയില്ല. ഒരുത്തിനെ കയറ്റിയപ്പോൾ കയറിയപ്പോൾ മുതൽ നിന്ന് വരയ്ക്കാൻ തുടങ്ങിയത്. കണ്ടില്ലേ, ഇവനാണെങ്കിൽ കയറിയപ്പോൾ മുതൽ ഒരേ നിൽപ്പ്. ഇവൻ എന്താ പോലും കണ്ടത്. അവര് തമ്മിൽ റെഡിയായി. അവള് പറയുകയാണെങ്കിൽ ഞാൻ പേടിച്ചിട്ടില്ല, നമ്മള് കണ്ടതല്ലേ അല്ല എല്ലാം വീഡിയോ എടുത്തിട്ടില്ല അവള്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി. ഇവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം. നമ്മൾ നേരെ നടന്ന് നമ്മൾക്ക് കളിക്കാനുള്ള സ്ഥലത്തേക്ക് പോയി. കേറിയത് ഓർമ്മയുള്ളൂ. വലിയ പുലുവില് ഇവരൊരു മൂലയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ പോയി നേരെ ഒരു മൂലയിലിരുന്നു. അതോ സ്വർഗവും നരകവും ഒപ്പം കണ്ടു. ഇന്ന് വീട്ടിൽ വന്ന ഗസ്റ്റാണ് എന്ന് പറഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു? മനുഷ്യന്റെ പകുതി ജീവനാ പോയി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പോകുമ്പോൾ ഇയാൾ ചോദിക്കാണ് വാട മോനെ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടോന്ന്. അവർക്കറിയില്ലല്ലോ മനുഷ്യന്റെ പകുതി ജീവനെ പോയിട്ട് വരുന്നു. നീ ഫുള്ള് ജീവൻ പോകണം കാട്ടി വിളി നേരെ വീട് പിടിക്കട്ടെ. അടുത്ത വീഡിയോ കാണാം ഗൈസ്.